കോട്ടയം സദ്യകളിൽ കാണപ്പെടുന്ന നല്ലൊരു മധുരക്കറിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനുവേണ്ടി ഒരു മുറി കൈതച്ചക്ക മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു എടുക്കണം. 2 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് അത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തൊന്ന് വറുത്തെടുക്കണം. തീയലിനൊക്കെ വറുക്കുന്നത് പോലെ ഈ ഒരു ബ്രൗൺ നിറത്തിൽ വറുത്ത് മാറ്റി വെക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഏത്തപ്പഴം അരിഞ്ഞതും കൈതച്ചക്ക അരച്ചത്, 1/2 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇനി ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയും ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേരണം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ആ വറുത്ത തേങ്ങ കൂടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ചൂടൊന്ന് പകുതി മാറുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അതങ്ങ് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ മധുരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.